പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. ഏത് തെങ്ങിന്റെ മുകളിലൊന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ച് എടുക്കാൻ മറന്നു. പകലൊന്ന് നോക്കി വെക്കായിരുന്നു. ആ, ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങ്, നിന്റെ തേങ്ങ എന്റെ അമ്പികയ്ക്ക് മാല വാങ്ങാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇഷ്ട. ഓ, തലേനെ വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ. ഇതിന്റെ മുകളിൽ മൊത്തം ഈ സൈസാണെങ്കിൽ എന്റെ അമ്പികയ്ക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞിട്ട്. തെങ്ങാണെങ്കിലും മനസാക്ഷിയുണ്ട്. ആരെ കടയേണ്ടത്? നാളെ അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു 10 മുത്തുമാലെങ്കിലും മേടിക്കാം. അയ്യോ, നടുപോയി. കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഞാനീ താങ്ങിട്ടില്ലേ? ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ലംബോദര, എന്തോ? എവിടെ നോക്കിട്ടാ കുട പിടിക്കണേ? അതെ, നേരെ പിടി. ഓ, കുടപ്പറമ്പിൽ അടക്കി പറിച്ചോ? ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടാക്കിയ പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ? കൊടുത്തിട്ടില്ല. 2 തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ബീഡി വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിന് കുറച്ചോ? ലംബോദര, എന്തോ? എന്താ അവിടെ? വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ. ഓ, ദാ. ഞാൻ നോക്കണം. ഓടല്ലേ? ഒന്ന് വേഗം കാണണേ. അയ്യേ, അവിടെ എന്താ? ഒന്നുമില്ല. ഈ കിളികളെ. ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താ അത്? ചുംബനം. അച്യുതാ, 2 പേര് ഇവിടെ വാ. വിളയുന്നതിന് മുമ്പ് കൊയ്യണോ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? താലി കെട്ടുന്നതിന് മുമ്പ് ഇനി ഇത് ആവർത്തിച്ചാൽ പോയിക്കോ. നിക്കവിടെ. അച്യുതൻ അതിലെ, തങ്കമണി ഇതിലെ. അല്ലേലും പിരിക്കുന്ന കാര്യത്തിൽ നീ മിടുമിടുക്കിയാണ് നാരായണി. ലംബോദര, എന്തെങ്കിലും പറഞ്ഞോ? എങ്കിൽ കൊടപിടി. ഓ ഓ, എന്റെ നാരായണിക്കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലതാണ്. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. ഈ ശരീരത്തിനുള്ളിലും സംശയത്തിന് സ്ഥലമുണ്ടോ? ആട്ടെ, എന്താ സംശയം? ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അതോ, അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കാ, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. ഈ ആഴ്ചയിലെങ്കിലും നമുക്ക് അമ്പല കമ്മിറ്റി കൂടണം. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ?
ആ മഷിനോട്ടക്കാര് പാര വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയ പങ്കജാക്ഷന്റെ വല്ല വിവരമുണ്ടോ? സബ് ജയിലില്ല, ശിക്ഷ ചെയ്യുമ്പോ പുറത്തു വരും. ആ ഏതായാലും കഷ്ടായി പോയി. കള്ളനോട് പരിതപിക്കേണ്ട കാര്യമുണ്ടോ ഇതില്? പങ്കജാക്ഷൻ കട്ടിട്ടൊന്നുമില്ല, അവര് ചതിച്ചതാ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മൂപ്പര് വെറുതെ ഇരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടാ? ഇനി എന്നാണാവോ പങ്കജാക്ഷൻ പുറത്തു വരിക? ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ ശത്രുവല്ല, മിത്രമാണ്. വാതിലുറക്ക്. ആരാന്ന് പറയാൻ? ഞാനാ പങ്കജാക്ഷൻ. എപ്പോ ഇറങ്ങി ജയിലിൽ നിന്ന്? ഇന്നിറങ്ങിയതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോകുന്നു ജോയിക്കുട്ടിയെ കാണാൻ. ലേശം ബുദ്ധിമുട്ടി. നീ കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയല്ലേ ഈ ലോഡ്ജിൽ താമസിക്കുന്നത്? ഓരോടത്തും ഓരോ പേര്. അതെ, നമ്മുടെ കൂടെ ജയിലിലുണ്ടായിരുന്നവർക്ക് സുഖമാണോ? അയ്യോ പറയാം. ഗോപിയേട്ടനും മാധവേട്ടനും ജയിലിൽ ചാടി. സുബ്ബയ്യ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ അടികൊണ്ട് ചത്തതാ. പിന്നെ നീ ജയിലിൽ വെച്ച് പോക്കറ്റടിച്ച് ജ്ഞാനാനന്ദൻ മഞ്ഞപ്പിത്തമെന്ന ആശുപത്രിയില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ. ബാക്കി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവും ഇല്ല. താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പാ. എനിക്കും അങ്ങനെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആകുമ്പോ ആ അലക്സാണ്ടറെ പേടിക്കാതെ കഴിയാമായിരുന്നു. ജയിലിൽ വെച്ച് പറഞ്ഞ ആ അലക്സാണ്ടർ ആണോ ഇത്? അതെ. അയ്യോ. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവരറിഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുക ഞാൻ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേറെ മാർഗം കാണാഞ്ഞിട്ടാ ആ കള്ളക്കടത്തുകാരുടെ സ്വർണം ഞാൻ മറച്ചു വിറ്റത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആ അലക്സാണ്ടറിന് രക്ഷപ്പെടാന് ഒരിക്കൽ കള്ളക്കേസുണ്ടാക്കി ഞാൻ ജയിലിലായത്. ഇറങ്ങിയ പിന്നെ പേര് മാറ്റി ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി തുടരാൻ പറ്റുമെന്ന് സംശയം. അതിനുള്ള വഴിയും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളനെന്ന് മുദ്രകുത്തി എന്നെ ജയിലിൽ അയച്ച ആ മഷിനോട്ടക്കാർ കള്ള എംബോക്കികളോട് പ്രതികാരം ചെയ്യാൻ ജോയിക്കുട്ടി എന്നെ സഹായിക്കണം. ഞാനോ? അതെ, തിരിച്ച് നിനക്ക് ഭദ്രമായ ഒളിവ് സങ്കേതം ഞാൻ തരാം. അലക്സാണ്ടർ അല്ല, അവന്റെ അപ്പനപ്പൂപ്പം മഷിയിട്ട് നോക്കിയാലും നിന്നെ കണ്ടുപിടിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്റെ ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയായിട്ടല്ല, കുനിക്കാട്ടുശ്ശേരി ഉൽപ്പലാക്ഷനായിട്ട്. ഉൽപ്പലാക്ഷൻ ഉൽപ്പലാക്ഷൻ പെട്ടി എടുക്കട്ടെ. ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം ഞാൻ പോയി തിരിച്ചു വരും. മഷിനോട്ടക്കാർ തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട്